ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വലിയ രീതിയിൽ വൈറലാവുകയാണ്. ടിക്ടോക്കിലായിരുന്നു ഈ വീഡിയോ ആദ്യം പ്രചരിച്ചത്. അതിനുശേഷം പിന്നീട് എക്സിലും പിന്നീട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാം അടക്കമുള്ള മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു. ഒരു വാർത്ത വായിക്കുന്നത് പോലെ ബ്രേക്കിംഗ് ന്യൂസ് എന്നുള്ള പേരിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ നിമിഷങ്ങൾക്കുള്ളിലാണ് ലോകമെമ്പാടും വലിയ രീതിയിൽ വൈറലായി മാറിയത്. പല ഭാഷകളിൽ ആ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് പല ആളുകളും റിയാക്ട് ചെയ്തു. അത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് വ്യൂസുകളാണ് കിട്ടിയത്. എന്താണ് സംഭവമെന്നുള്ളത് ഞാൻ ചുരുക്കി പറയാം. മറ്റുള്ള യാത്രക്കാരെ പോലെ തന്നെ ഒരു യാത്രക്കാരിയായ ഒരു സ്ത്രീ അമേരിക്കയിലെ ഒരു വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങുന്നു. പതിവ് പോലെ തന്നെ മറ്റുള്ള യാത്രക്കാരായ ആളുകളുടെ പാസ്പോർട്ട് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത് പോലെ തന്നെ ഈ സ്ത്രീയുടെ പാസ്പോർട്ടും അവിടെയുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണ്. അങ്ങനെ ആ പാസ്പോർട്ട് പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കണ്ടത് വളരെയധികം ഞെട്ടിപ്പിക്കുന്നൊരു കാഴ്ചയായിരുന്നു. ലോകത്തിലെവിടെയും കേട്ടുകേൾവിയില്ലാത്ത, ഈ ഭൂലോകത്തിലില്ലാത്ത, ഈ ഭൂമിയിൽ എവിടെയും നിലവിലില്ലാത്ത ടൊറൻസ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ടായിരുന്നു അവരുടെ പക്കലുണ്ടായിരുന്നത്. അത്തരത്തിലുള്ള ആ ഒരു പാസ്പോർട്ട് കണ്ട ഉടനെ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോവുകയാണ്, അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഏതായാലും പ്രചരിക്കുന്ന ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. News: a woman has landed at JFK Airport with a passport from a country that has never existed in our lifetime. Authorities at JFK International Airport are in shock. Tonight, a woman arrived from Tokyo carrying a passport from a nation called Tarenza, a place that does not exist on any map of our world. The passport was flawless. Biometric chip, perfect holograms, dozens of stamps from countries that also do not exist. Her documents were perfect. Better than perfect. But the country, Tarenza, it doesn't exist anywhere. Witnesses say she looked completely ordinary, like any tourist, but when agents told her Tarenza isn't real, she froze, then whispered, "Then this isn't my world." She asked me, "Is this America?" I said, "Yes, of course." Then she whispered, "America," like she had landed in the wrong place. Authorities placed her in a secure room under surveillance. She sat calmly for hours. Then she vanished. Cameras show her fading away, like static on a broken television screen. So, who was she? A lost traveler from another dimension? ഇതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ആ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോക്കിയോയിൽ നിന്നും അമേരിക്കയിലെ JFK, അതായത് ജോൺ എഫ് കെന്നഡി എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഒരു സ്ത്രീ എത്തുകയാണ്. ആ സമയത്ത് അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ പാസ്പോർട്ട് പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് എവിടെയും കേട്ടുകേൾവിയില്ലാത്ത ടൊറൻസ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ടായിരുന്നു. അതുമാത്രമല്ല, സാധാരണ മറ്റു പാസ്പോർട്ടുകളിൽ ഉള്ളതുപോലെ തന്നെ ബയോമെട്രിക് ചിപ്പുകളും ഹോളോഗ്രാമുകളും തുടങ്ങിയ എല്ലാ സങ്കീർണമായ വിശദാംശങ്ങളും ഈ സ്ത്രീയുടെ പക്കലുണ്ടായിരുന്ന പാസ്പോർട്ടിലും ഉണ്ടായിരുന്നു. മാത്രമല്ല, അതോടൊപ്പം ആ സ്ത്രീയുടെ പാസ്പോർട്ടിൽ നിരവധി രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ആ രാജ്യങ്ങളൊന്നും നിലവിലില്ലാത്ത രാജ്യങ്ങളാണ്. അതുകണ്ട് അമ്പരന്ന് നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥരോട് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, ഇതേത് രാജ്യമാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തിരിച്ചവിടെയുള്ള ഉദ്യോഗസ്ഥർ ഇത് അമേരിക്കയാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പരിഭ്രമിച്ച് പേടിച്ചു നിൽക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കും. പിന്നീട് അതിനുശേഷം അവിടെയുള്ള ഉദ്യോഗസ്ഥർ അവരെ മറ്റുള്ളവരുമായി ഫോൺ വഴി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നടക്കാതെ വരികയാണ്. പിന്നീട് അതിൽ സംശയം തോന്നിയ അവിടെയുള്ള ആ ഒരു ഉദ്യോഗസ്ഥർ ആ സ്ത്രീയെ CCTV ക്യാമറകൾ സ്ഥാപിച്ച മറ്റൊരു മുറിയിലേക്ക് മാറ്റുന്നു. പിന്നീട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ മുറിയിലുണ്ടായിരുന്ന ആ സ്ത്രീയും അതോടൊപ്പം ആ സ്ത്രീയുടെ കൈവശമുണ്ടായിരുന്ന പാസ്പോർട്ടുകളും മറ്റു രേഖകളും അടങ്ങുന്ന എല്ലാം അപ്രത്യക്ഷമായി പോയി എന്നുള്ളതാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ ഈ പ്രചരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ പറയപ്പെടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പല വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചിലർ പറയുന്നു ഈ സ്ത്രീ ടൈം ട്രാവൽ ചെയ്തു വന്ന ഒരു സ്ത്രീയാണ്. ചിലർ പറയുന്നു ഈ സ്ത്രീ ഏതെങ്കിലും ഒരു ഏലിയൻ ആയിരിക്കാം, അതായത് അന്യഗ്രഹ ജീവിയായിരിക്കാം. അങ്ങനെയുള്ള പല അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വീഡിയോ ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതായത് AI ടെക്നോളജിയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരമൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അധികം ബുദ്ധിമുട്ടേണ്ടതില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇത്തരമൊരു സംഭവത്തെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രസ്താവനയും ആ വിമാനത്താവളത്തിലെ അധികൃതരോ US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ വിശ്വസനീയമായ ഏതെങ്കിലും വാർത്താ ഏജൻസിയോ ഇതുവരെയും പുറത്തിറക്കിയിട്ടുമില്ല. നമുക്കറിയാം, പല AI വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാറുണ്ട്. കണ്ടുകഴിഞ്ഞാൽ
അത് ഒറിജിനലാണെന്ന് തോന്നിപ്പോകും. അത്രമേൽ റിയാലിറ്റിയോടുകൂടിയാണ് പല വീഡിയോകളും ഇത്തരം AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഈ വീഡിയോ എന്ന് പറയുന്നത് പൂർണ്ണമായും AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വീഡിയോ അല്ല. നേരെ മറിച്ച് 2024 അമേരിക്കയിലെ ഒരു വിമാനത്താവളത്തിൽ നടന്ന ഒറിജിനലായിട്ടുള്ള ഒരു സംഭവത്തിനോടൊപ്പം അതിൽ കുറച്ച് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ നല്ലതുപോലെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോയിലെ ചില ഭാഗങ്ങൾ അത് ഒറിജിനലായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ അതൊരു AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയിലെ വോയിസും അങ്ങനെ തന്നെയാണ്. അതിൽ ചില വോയിസുകൾ ഒറിജിനൽ വോയിസ് ആണ്. എന്നാൽ അതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന മറ്റു ചില വോയിസുകൾ അത് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വോയിസ് പോലെ നമുക്ക് തോന്നുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോ എന്നുള്ളത് പൂർണ്ണമായും AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വീഡിയോ അല്ല. നേരെ മറിച്ച് ഒറിജിനൽ ഫൂട്ടേജും അതിനോടൊപ്പം തന്നെ AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു ചില വീഡിയോസുകളും സൗണ്ടുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2024 അമേരിക്കയിലെ വിമാനത്താവളത്തിൽ സംഭവിച്ച നടന്ന ഒരു യാഥാർത്ഥ സംഭവത്തിന്റെ അതിലെ കുറച്ചു ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച വീഡിയോകൾ മിക്സ് ചെയ്തത്. അതിലൂടെയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സൗത്ത് വെസ്റ്റ് എയർലൈൻസിലെ ജീവനക്കാരുടെയും യാത്രക്കാരുമായുള്ള അവരുടെ ദൈനംദിന ഇടപെടലുകളുടെയും പശ്ചാത്തലത്തിൽ 2004-2005 കാലയളവിൽ A&E എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായി സംപ്രേഷണം ചെയ്ത ഒരു അമേരിക്കൻ റിയാലിറ്റി TV പരമ്പരയായിരുന്നു എയർലൈൻ എന്ന് പറയുന്നത്. 2024 നവംബർ 8 A&E യൂട്യൂബ് ചാനലിൽ എയർലൈൻ ബെസ്റ്റ് ഫുൾ എപ്പിസോഡ്സ് ഓഫ് 2024 മാരത്തോൺ എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടി ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ വീഡിയോ ഫൂട്ടേജിലാണ് ഇപ്പോൾ പ്രചരിക്കപ്പെടുന്ന ആ സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ ചോദ്യം ചെയ്യപ്പെട്ട വൃദ്ധയായ ആ സ്ത്രീ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ഒരു യാത്രക്കാരിയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അവർ ബാൾട്ടിമോറിൽ നിന്നും ലോസ് ഏഞ്ചൽസിലേക്ക് വന്ന സ്ത്രീയാണ്. അല്ലാതെ ഈ വീഡിയോയിൽ പറയപ്പെടുന്നത് പോലെ ന്യൂയോർക്കിലെ JFK വിമാനത്താവളത്തിലേക്ക് വന്ന സ്ത്രീയല്ല. അതോടൊപ്പം ആ വീഡിയോയിൽ ആ സ്ത്രീയെ അവിടെയുള്ള എയർലൈൻസിലെ ആ ഒരു സ്റ്റാഫ് അംഗം അവരെ സഹായിക്കുന്നതായി കാണുവാൻ സാധിക്കും. അവർ അറബി സംസാരിക്കുന്നു അല്ലേ എന്ന് ജീവനക്കാരൻ ചോദിക്കുന്നത് അതിൽ കേൾക്കാൻ സാധിക്കും. മാത്രമല്ല ആ ദൃശ്യങ്ങളിൽ എവിടെയും ഈ പറയപ്പെടുന്ന ടൊറൻസ എന്ന് പറയുന്ന ഒരു വാക്ക് എവിടെയും പരാമർശിക്കുന്നതായി കാണുവാനും സാധിക്കില്ല. തുടർന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥർ ആ സഹോദരിയെ അറബി അറിയാവുന്ന മറ്റൊരു ജീവനക്കാരനുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അവരുടെ ഒരു ബന്ധു വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതാണ് ആ വീഡിയോയിൽ കാണാൻ സാധിച്ചത്. ആ ഒരു വീഡിയോയാണ് ഇത്തരത്തിൽ വ്യാജമായിക്കൊണ്ട് പല അഭ്യൂഹങ്ങളുടെ പേരിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതോടൊപ്പം വർഷങ്ങൾക്ക് മുമ്പ് പണ്ടുകാലത്ത് നടന്ന ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 1954 ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിൽ സമാനമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കഥയെന്ന് പറയുന്നത്. യൂറോപ്പിൽ നിന്നുള്ള ഒരു വിമാനത്തിൽ നന്നായി വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനെത്തുകയാണ്. ഈ ഒരു വീഡിയോയിലുള്ളതുപോലെ തന്നെ ആരും ഇതുവരെയും കേട്ടുകേൾവിയില്ലാത്ത ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ടായിരുന്നു ഈ മനുഷ്യന്റെ കയ്യിലുമുണ്ടായിരുന്നത്. ടോറഡ് എന്നായിരുന്നു ആ രാജ്യത്തിന്റെ പേര്. ഫ്രാൻസിനും സ്പെയിനിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പരമാധികാര രാജ്യമാണ് ടോറഡ് എന്ന് ആ മനുഷ്യൻ തറപ്പിച്ച് പറയുന്നുണ്ട്. ജപ്പാൻ ഉൾപ്പെടെയുള്ള യഥാർത്ഥ രാജ്യങ്ങളുടെ അവിടേക്ക് സഞ്ചരിച്ചതിന്റെ സ്റ്റാമ്പുകളും മറ്റുമൊക്കെ ഈ മനുഷ്യന്റെ പാസ്പോർട്ടിൽ പതിപ്പിച്ചിരിക്കുന്നതും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒന്നിലധികം ഭാഷകളിൽ പ്രാവീണ്യമുള്ള ഈ ഒരു മനുഷ്യൻ ഒരു ബിസിനസിന്റെ ആവശ്യമായിട്ടാണ് താൻ ഇവിടേക്ക് വന്നത് എന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നു. എന്നാൽ ലോകത്തിലെവിടെയും കേട്ടുകേൾവിയില്ലാത്ത ടോറഡ് എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിന്റെ പേര് കേട്ട ഉടനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരൊക്കെ അമ്പരന്ന് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അധികാരികൾ ആ മനുഷ്യനെ രാത്രി മുഴുവൻ അടുത്തുള്ള ഒരു ഹോട്ടലിൽ കർശനമായ കാവലിൽ തടഞ്ഞുവെച്ചു. എന്നാൽ പിന്നീട് രാവിലെ ആയപ്പോഴേക്കും ഈ മനുഷ്യനും അതോടൊപ്പം ഈ മനുഷ്യന്റെ പക്കലുള്ള എല്ലാ രേഖകളും പാസ്പോർട്ടും എല്ലാം അപ്രത്യക്ഷമായി മാറിയെന്നും പുറത്തു കിടക്കാൻ യാതൊരുവിധ വഴിയൊന്നും ഉണ്ടായിട്ടില്ല, കാരണം ഈ മനുഷ്യന്റെ ഹോട്ടൽ മുറി അകത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു എന്നുള്ളതാണ് ദി മാൻ ഫ്രം ടോറഡ് എന്ന പേരിൽ പ്രചരിക്കുന്ന ഒരു കഥ. ഇത്തരത്തിലുള്ള ഈ ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വ്യാജമായ ഒരു വീഡിയോ ഇത്തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.